ഇത് ഞാനൊന്ന് എന്റെ ഫോണിലോട്ടേ ഒന്ന് കോപ്പി ചെയ്തെടുക്കട്ടെ കേട്ടാ. എന്തിന്? അല്ല, ഇടയ്ക്ക് എനിക്കൊന്ന് കാണാലോ അത്. ഇല്ല സത്യേട്ടാ, കോപ്പിയാണ് അത്. പിന്നെ എങ്ങനെയാലും നിന്റെ ഫോണിൽ നിന്ന് പോകും. എവിടെ പോവാ, ഞാൻ മാത്രമൊന്നും ഇടക്ക് കാണുള്ളൂ. ഇതിൽ നിറഞ്ഞു കഴിയുമ്പോ ഇതൊക്കെ പോകും. അതുകൊണ്ടാണ്. എന്റെ അമ്മച്ചിയാണ് സത്യം, ഞാൻ ആരെയും കാണിക്കൂല. ആരെങ്കിലും കണ്ടാ മോശം. ഇല്ലാന്ന് അതിന് ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം. പിന്നെ മാത്രല്ല എന്താ അറിയാതെ അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. പിന്നെ മന്മഥം മുള്ളണത് ഭയങ്കര കാര്യമാണല്ലോ. അത് വേണ്ട, ഡിലീറ്റ് ചെയ്ത് കളയാതെ. എന്റെ സത്യേട്ട പേടിക്കണ്ട, ഞാൻ ആർക്കും കൊടുക്കൂല. ഇടക്കൊന്ന് കാണാല. എന്താ പ്രശ്നം എന്നറിയോ? ഇത് ഇവിടുന്നാണ് ഇങ്ങനെ സംഗതി ഉണ്ടായിട്ടുള്ളത്. ഇത് പോയി എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനും ഞാനുമായിട്ട് തമ്മിൽ തെറ്റേണ്ടി വരും. അതിന് എവിടെങ്കിലും പോയാലല്ലേ കുഴപ്പമുള്ളൂ. ഇത് ഞാനും ദൈവവും സത്യേട്ടനും മാത്രമേ അറിയുള്ളൂ, ഒരാളും അറിയൂല. ആള് കൊള്ളാല്ലേ, പാവത്തെ പോലെ നടക്കണേണ്. നമ്മളോടൊന്നും മിണ്ടാറില്ല. പക്ഷേ വലിയ പഠിപ്പിച്ചിട്ടാ പറയുന്നത്. ഉണ്ട് പഠിപ്പിച്ചു. ഓ അതെ, ഇവിടെ ഇരുന്നിരുന്ന് എന്നെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ കിണറ്റി വീഴും. ഓ, ഞങ്ങള് കിണറ്റി വീഴാണ്ട് പോയിക്കോളാം. പക്ഷെ മന്മഥേട്ടൻ കുളത്തി വീണ്. എന്തോന്നടേ ആക്കുന്നതാണ്? അയ്യോ, ആക്കിയൊന്നുമല്ല, ഞങ്ങള് കാര്യം പറഞ്ഞതാണ്. നീ തരത്തിന് തമാശ പറഞ്ഞ് കളിക്കും കേട്ടോ. അയ്യോ ഇല്ല മന്മേട്ടാ, മന്മേട്ടന്റെ വീട്ടില് ടോയ്ലറ്റ് ഒന്നുമില്ലേ വീടിനകത്ത്? 4 ഉണ്ട്. 2 മേളത്തെ നിലയിലും 2 താഴെയുണ്ട്. പിന്നെ എന്താ ഈ പുറത്തു പോയി മൂത്രം ഒഴിക്കണത്? കാറ്റൊക്കെ കൊണ്ട് നിൽക്കാലോ, സുഖല്ലേ. ആര് പുറത്തുനിന്ന് ഒഴിച്ചെന്ന്? മന്മേട്ടൻ. എന്തോന്നടേ നിങ്ങളെന്താ നീ എന്നെ എന്തോ കരുതിക്കൂട്ടി എന്തോ കളിയാക്കാൻ നിൽക്കുകയാണല്ലോ. അയ്യോ അല്ലല്ല, മന്മേട്ടൻ പുറത്തു പോയി മൂത്രം ഒഴിക്കണ എന്താന്ന് ചോദിച്ചതാണെന്നേ. ഞാൻ പുറത്തൊന്നും പോയി മൂത്രം ഒഴിക്കാറില്ല. ഞാൻ എന്റെ വീട്ടിലെ ടോയ്ലറ്റിന് അകത്ത് തന്നെ പോയി ഒഴിക്കാറ്. അല്ല മന്മേട്ടാ, മണ്ടു വെച്ചിട്ട് വളയിടില്ല, എന്താ വിളിക്കാൻ? ഞാൻ വളയിടല്ല. വളയിടല് വേണ്ടി ഞങ്ങളൊന്നും വിളിച്ചില്ല. ഓ, നമ്മളൊക്കെ മോശക്കാരായി. മണ്ടുവിന് ആലോചനകൾ വരുന്നതേ ഉള്ളൂ കേട്ടാ. വളയിടല് സമയമാകുമ്പോ ഞാൻ നിങ്ങളെയൊക്കെ അറിയിക്കാം, അപ്പൊ വന്നാൽ മതി. മിക്കവാറും ഈ ചിങ്ങത്തിൽ കല്യാണം നടത്തണമെന്നാണ്. ഏയ്, ചിങ്ങം വരെയും പോകുന്ന ഇരിക്കുമെന്നുള്ള മിക്കവാറും അതിന് മുമ്പ് നടക്കും. അതെ, നിങ്ങൾ കരുതിക്കൂട്ടി എന്റെ മോളുടെ ഭാവി നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കണാണോ? ആണോ ആണോ എല്ലാ നാട്ടിലും ഉണ്ട് നിന്നെയൊക്കെ പോലെ കുറെ അവന്മാര്. അയ്യോ എന്റെ പൊന്നോ, നിങ്ങളുടെ മോളുടെ ഭാവി നമ്മള് നശിപ്പിക്കാനല്ലേ? ഇനിയിപ്പൊ ഞങ്ങള് നശിപ്പിച്ചെന്ന് പറയണ്ട. കാണും, നോക്കിയും കണ്ടൊക്കെ നടന്നോ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ മൺമട്ടിക്ക് തലയിൽ പൊളിക്കും. അതെ, ആരാ വീഡിയോ പിടിച്ചത്? അയ്യോ ഞങ്ങളല്ല, വീഡിയോ അല്ല, ഇത് CCTV ആണ്. CCTV വന്നതാണ്. CCTV? ഏത് CCTV? നിങ്ങളുടെ വീടിന്റെ അടുത്ത് ആർക്കാണോ CCTV ഉള്ളത് അതിനകത്ത് പതിഞ്ഞേക്കണത്. ഏയ്, അത് കഴിക്കടാ. ഏയ്, അങ്ങനെ കഴിക്കാത്. ഹലോ, ഞങ്ങള് വരണാണ്. സത്യേട്ടന്റെ യാത്രയാണ്. അതെ, വരും വരും വരും. ഇത് വേണോടി. അപ്പുറം ഇപ്പുറം വീട്ടിലുള്ള പെമ്പിളരെ ഞാൻ കുറ്റം പറയുമ്പോ ഞാൻ അറിഞ്ഞില്ല, ഞാൻ വളർത്തിക്കൊണ്ടുവരണം, അതിനേക്കാളും പാഴായി പോകുന്നു. നീ ഒന്നും മിണ്ടണ്ട. നിന്റെ തള്ള പിണങ്ങി പോയിട്ട് ഞാൻ ഒരു കുറവില്ല നിന്നെ വളർത്തി കൊണ്ടുവന്നില്ലേടി, കൊണ്ടുവന്നില്ല. എന്നിട്ട് നീ എന്റെ അടുത്ത് എവിടെ അയാളെവിടെ? എന്തേ കാര്യം? എടാ കാര്യം അയാളോട് പറയാം, അയാളെ വിളിക്ക്. സത്യേട്ടാ, എടാ സത്യശാല ഇറങ്ങി പാടാ അങ്ങോട്ട്. സത്യേട്ടാ, മറ്റേ ആള് വന്നേക്കണ്, മറ്റേ അനാക്കൊണ്ട മന്മഥൻ. നീ ആളെന്തരം അങ്ങോട്ട് തമാശ പറഞ്ഞ് കളിക്കുക കേട്ടാ. കൈ ചൂണ്ടല്ലേ? നീ എന്നോട് തമാശ കളിക്കണ്ട. നീ വന്നത് നന്നായി. ഞാൻ നിന്നെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാതിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് മുന്നേ ഞാൻ നിന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്. തന്റെ കയ്യിൽ പണവും പത്രാസും ഉണ്ടെന്ന് കരുതി എന്നെ എന്റെ കുടുംബത്തെ അപമാനിക്കാൻ നോക്കരുത്. താൻ കാരണം ഇപ്പൊ എനിക്ക് എന്റെ കുടുംബത്തിന് പുറത്തിറങ്ങി നടക്കാൻ പോയ എന്റെ മോളോട് താൻ കാണിച്ച് എന്താണെന്നറിയാമോടോ? എടാ ഞാൻ എന്ത് ചെയ്തു? നീ ചെയ്തോണ്ടാണ് നിനക്ക് അറിയില്ലടാ. തുറന്ന് പറയടോ, അതെന്താണെന്ന് വെച്ചാ. നീ സംസാരിക്കരുത്. സത്യേട്ടാ, ഇത് ഭയങ്കര വൃത്തികേടായി പോയിട്ടോ ചെയ്തു. നീ എന്നോട് കാണിച്ച അതിലും വലിയ വൃത്തികേടാണ്. അങ്ങാട്ടാ, നിങ്ങൾ മിണ്ടാതിരിക്കും. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, പരിഹരിക്കാനാണല്ലോ ഞാൻ. എനിക്ക് എന്റെ കുടുംബത്തിനല്ലേ സംഭവിച്ചത്. അതെ, ഞാൻ പറയാം.
സത്യേട്ടാ എന്നാൽ നിങ്ങൾ ചെയ്ത് ചതിയായി പോയിട്ടാ. എന്റെ പൊന്ന ചങ്ങാതി എന്താണ് കാര്യം നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. അതെ, വീട്ടിലിപ്പോ ഒരു CCTV ക്യാമറ വെക്കണത് വലിയ തെറ്റൊന്നല്ല. അല്ല ഞാൻ വെച്ചു. ഇവർ രണ്ടുപേരും ഈ പ്രായത്തിനനുസരിച്ച് പരസ്പരം ചിലപ്പോ പ്രേമിച്ചിട്ടുണ്ടാവാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അത് തന്റെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവാം. ഒരു അയൽവക്കക്കാരൻ എന്നുള്ളതിലേക്ക് താൻ എന്താ ചെയ്യേണ്ടത്? മന്മഥനെ വിളിച്ചിട്ട് ഇത് അവര് തമ്മിൽ ഇഷ്ടമാണ്, അവരെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഉപദേശിക്കല്ലേ വേണ്ടത്? എടോ, അവര് തമ്മിൽ ഇഷ്ടമാണ് തന്നോട് ആര് പറഞ്ഞു? ആരെന്തിനു പറയണം? ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? ഇയാള് മാത്രമേ അറിയാനുള്ളൂ. അതെ, എന്റെ മോള് ബുദ്ധി വളരാത്തൊരു കൊച്ചാണ്. അതിന് ഏതോ ഒരു പോങ്ങ ഒരു വണ മേടിച്ചുകൊണ്ട് കൊടുത്തപ്പോ അവൾ അറിവില്ലാതെ അത് മേടിച്ച് കയ്യിലിട്ട് അത് ഈ വായി നോക്കി ക്യാമറയിലൂടെ ലോകം മൊത്തം അറിയിച്ച് എന്റെ കുടുംബത്തിന്റെ മാനം കളഞ്ഞോ. അച്ഛാ അങ്ങനെ പറയല്ലേ, എനിക്ക് വളയല്ല ഇഷ്ടം, ശീതളേട്ടനാണ് ഇഷ്ടം. എടോ, ഈ മുറ്റത്ത് നിന്ന് വിളിച്ചുകൊണ്ട് പോടോ, ഈ സത്യേട്ടന്റെ വീട്ടിൽ അലമ്പട്ടാക്കണ എന്തിനാണ്? അതിന് കാരണക്കാരൻ ഇയാളാണ്. ഇയാൾ ഒരുത്തനാണ് അതിന് കാരണക്കാരൻ. എന്റെ മന്മഥേട്ട ഒന്ന് നിർത്ത്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത് അതിനെ കുറിച്ച് ചിന്തിക്കുക. അതെ സുധേട്ടാ, ഇനി വേറെ ഒരു വർത്തമാനം പറയണ്ട. ഞാൻ ഇവിടെ ഒരു ക്യാമറ വെച്ചു. അത് നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനതിന് മാപ്പ് പറയാൻ തയ്യാറാണ്. ഇനി ഞാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനും മാപ്പ് പറയണം. ഉണ്ടാക്കിയിട്ടില്ല. അതെ, നിന്റെ ഒന്നും മാപ്പ് സോപ്പൊന്നും എനിക്ക് വേണ്ട. എന്റെ മോളുടെ മാനം പോയി. അവളെ കെട്ടാ ഇനി ആര് വരും? അവളെ ഞാൻ കെട്ടിക്കോളാം. നീ ഞൊട്ടും ഉണ്ടാകടാ. പാനം പോയ പിള്ളേർ പിന്നെ അറിയാം. മാനം പോയി പെണ്ണിന് ഞാൻ എങ്ങനെയെങ്കിലും കെട്ടിച്ചാളെ. നീ നിന്റെ പണിയൊക്കെ പോടാ. അതെ, കൂടുതലൊന്നും സംസാരമല്ല. എനിക്ക് നഷ്ടപരിഹാരം വേണം. ഞാൻ ഇവിടെ ഒരു ക്യാമറ വെച്ചു. അത് നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനതിന് മാപ്പ് പറയാൻ തയ്യാറാണ്. ഇനി ഞാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനും മാപ്പ് പറയണം. ഉണ്ടാക്കിയിട്ടില്ല. അതെ, നിന്റെ ഒന്നും മാപ്പ് സോപ്പൊന്നും എനിക്ക് വേണ്ട. എന്റെ മോളുടെ മാനം പോയി. അവളെ കെട്ടാ ഇനി ആര് വരും? അവളെ ഞാൻ കെട്ടിക്കോളാം. നീ ഞൊട്ടും ഉണ്ടാകടാ. പാനം പോയ പിള്ളേർ പിന്നെ അറിയാം. മാനം പോയി പെണ്ണിന് ഞാൻ എങ്ങനെയെങ്കിലും കെട്ടിച്ചാളെ. നീ നിന്റെ പണിയൊക്കെ പോടാ. അതെ, കൂടുതലൊന്നും സംസാരമല്ല. എനിക്ക് നഷ്ടപരിഹാരം വേണം. എന്റെ മോക്കുണ്ടായ ഈ മാനക്കേടിന് എനിക്ക് നഷ്ടപരിഹാരം വേണം. നഷ്ടപരിഹാരം? എന്താ മന്മഥേട്ടായി പറയുന്നത്? എന്താ? നഷ്ടപരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ചീത്തപ്പേര് പോയി കിട്ടുമോ? അത് ഞാൻ എന്തെങ്കിലും ചെയ്താളാ. ഷീ ഉണ്ടായ മാനക്കേടിന് എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ. നിനക്ക് നഷ്ടപരിഹാരം എത്ര വേണം? എനിക്ക് ഒരു 5 ലക്ഷം രൂപ വേണം. 5 ലക്ഷം പോയിട്ട് ഒരു നയാ പൈസ ഞാൻ നിനക്ക് നഷ്ടപരിഹാരം തരില്ല. നീ കൊണ്ടുപോയി കേസ് കൊടുറാ. എടാ, കേസ് കൊടുത്താൽ നീ അഴിയണ്ടൂടാ. നീ എന്നോട് അങ്ങനെയാണെങ്കിൽ അഴി. നീ എന്തെന്നും പറഞ്ഞ എനിക്ക് കേസ് കൊടുക്കും. സുഗത, ഈ മന്മഥൻ ഒറ്റൊരുത്തൻ കാരണമാണ് ഞാൻ ഈ ക്യാമറ വെച്ചത്. ഞാൻ കാരണോ? ഞാൻ തന്നെ എന്ത് ചെയ്തോ? നീ ചെയ്തെന്താന്ന് ഞാൻ പറയണോ? താൻ പറയണോ? ഞാൻ ഇവിടെ വെച്ച് പറയണോ? താൻ പറയണോ? പറയ് മോളെ, നീ അത് കയറിപ്പോ. അച്ഛനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. മോളെ അങ്ങോട്ട് പോയിക്കോ. ഇവിടെ പറയാ, നീ എവിടെ പോണേ? അടുത്ത വീഡിയോ ഉണ്ടാക്കാനാ? അതെ സുഗത, ഞാൻ വളരെ നേരത്തെ ഓഫീസിൽ പോകുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. വീട്ടിലെ ഭാര്യ മാത്രമേ കാണൂ. ഭാര്യ മുറ്റടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തുണി തോരടാൻ വേണ്ടിയിട്ടോ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 2 കണ്ണുകൾ ആ മതിലിന്റെ അവിടെ വന്നിട്ട് തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും, തലയിലൂടെ മുണ്ടൊക്കെ ഇട്ടിട്ട്. ഇവളിത് ആരാന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിനെ കാണൂല. അപ്പോഴേക്ക് ഓടി പറഞ്ഞിട്ടുണ്ടാവും. ഇത് ആരാന്ന് കണ്ടുപിടിക്കണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതാ ഈ ക്യാമറ വെച്ചത്. അതിനകത്ത് ഗുണം ഉണ്ടായിട്ടുണ്ട്. വന്ന് നോക്കിയിരുന്ന പാർട്ടി ആരാന്ന് നിങ്ങളൊന്ന് കാണുക. എവിടെ കാണിച്ചു കൊടുക്കും. അത് നിങ്ങളൊന്ന് നോക്കണ്ട. മന്മഥം പോവരുത്. നീ ഇത് കാണണം. ഞാനെന്തിനു ആവശ്യമില്ലാത്തൊക്കെ കാണണം. മരുമോനും കാണും. അല്ല മന്മഥേട്ടാ, ഇങ്ങോട്ട് വന്നേ, ഇത് കണ്ടേ പറ്റൂ. അയ്യേ മണ്ടുന്റെ അച്ഛൻ. അയാൾ തന്നെയല്ലേ സുധേട്ടാ? ഇനിയുണ്ട്. മറ്റേ മറ്റേ കാണിച്ചു തരാം. സാറേ, സത്യം സാറേ, അതൊന്നും കാണിക്കണ്ട. കാണിക്കാൻ കൊള്ളൂല. കൊള്ളൂല അല്ലേ? എടാ ഒന്നാണുണ്ടോ നിനക്ക്? നീ ഇത്ര നേരം നിന്ന് പ്രസംഗിച്ചോണ്ടിരുന്ന എന്താണ്? അന്യന്റെ ഭാര്യ ഒളിച്ചു നോക്കാൻ വേണ്ടി നടക്കുന്ന വൃത്തികെട്ട കോമാളി. അയ്യേ ഞാനില്ലാട്ടെ ഞാൻ കുടുംബത്തിലേക്ക് അലമ്പ് ഫാമിലി ആണല്ല. നീ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കടാ. ഞാനും കൊടുക്കാം കേസ്. എന്നിട്ടാവും നമുക്ക് കാണാലോ. സത്യം സാറേ, സാറ് അയലോക്കായിട്ടിരുന്നിട്ട് കേസിന്റെ വഴക്കിന്റെ ഒക്കെ ആവശ്യമുണ്ട്. കേസിന്റെ വഴക്കിന്റെ ആവശ്യമുണ്ട്. ഞാൻ കൊടുക്കും കേസ്. സത്യേട്ടാ, ഇനിയിപ്പോ എന്തായാലും കേസിനും കൂട്ടത്തിനൊന്നും പോണ്ട. പിന്നെ കേസ് കൊടുക്കാതെ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇനിയിപ്പോ സത്യേട്ടന്റെ ക്യാമറ കണ്ണോണ്ടായാലും ശരി, മന്മഥേട്ടന്റെ സ്വന്തം കണ്ണോണ്ടായാലും ശരി,
അന്യന്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്നത് തെറ്റാണ്, നിയമവിരുദ്ധാണ്. കേസിനും കൂട്ടത്തിനും പോയാൽ രണ്ടാളും മാറും. എനിക്കത്രേ പറയുള്ളൂ. ഇനി നിങ്ങളെന്താ ചായ്ക്കും? മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പൊ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.